ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഡിമെക് 36ലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോണ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫോണിൻ്റെ ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഷോറൂമിലൊക്കെ പോകുമ്പോൾ ഫോൺ വെച്ചിരിക്കുന്ന സ്റ്റാൻഡ് ഉണ്ടല്ലേ, അതേ സാധനം. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പുതിയ വീടിൻ്റെ ഒക്കെ പണി കഴിയുമ്പോൾ അതിൻ്റെ PVC പൈപ്പ് കട്ട് ചെയ്തിട്ട് കളയില്ല, ആ പൈപ്പ് എടുത്തിട്ടാണ് നമ്മൾ സ്റ്റാൻഡ് ഉണ്ടാക്കാൻ പോകുന്നത്. സത്യം പറഞ്ഞാൽ അത് ആരും ഉപയോഗിക്കില്ല, അതെല്ലാവരും കളഞ്ഞു പോകണതാണ് സാധനം. അപ്പോൾ അത് വെച്ചിട്ട് നമുക്കൊരു ഫോണിൻ്റെ സൂപ്പർ സ്റ്റാൻഡ് ഉണ്ടാക്കണം കാണിച്ചിട്ട്. അപ്പോൾ നമുക്ക് നേരെ വർക്ക് ബെഞ്ചിലോട്ട് പോകാം. നമുക്ക് ഫോണിൻ്റെ സ്റ്റാൻഡ് ഉണ്ടാക്കാനായിട്ട് ആദ്യം ഇതേപോലത്തെ ഒരു PVC പൈപ്പ് വേണം. ഇതിൽ നിന്ന് 2 പീസ് കട്ട് ചെയ്തെടുക്കണം. നമുക്ക് അത് വെച്ചിട്ടാണ് നമ്മളതിൻ്റെ ജോയിൻ്റ് ഉണ്ടാക്കുന്നത്. നമുക്കതിൻ്റെ തുടക്കം ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. ഈ തുടക്കം വേണ്ട, അതൊരു ലെവലില്ലാത്തതാണ്. അപ്പോൾ നമുക്കിതിൽ നിന്ന് വേറെ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. ഈ തുടക്ക ഭാഗം കൊള്ളില്ലാത്തൊരു ഇതാണ്. ആദ്യം നമുക്കിതിൽ നിന്ന് ഒരു 2 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുക്കണം. നമ്മൾ 2 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു പൈപ്പ് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൈപ്പിൽ നിന്ന് തന്നെ ഒരു 7 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു പീസ് കൂടി കട്ട് ചെയ്തെടുക്കണം. നമ്മളങ്ങനെ ആ 2 പീസും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പേപ്പർ പിടിച്ച് റെഡിയാക്കി എടുക്കണം. ആ 2 പീസും നമ്മൾ ക്ലീൻ ചെയ്ത് പേപ്പർ പിടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതേപോലത്തെ ഒരു PVC ഷീറ്റ് വേണം. ഈ PVC ഷീറ്റ് റൗണ്ടിൽ കട്ട് ചെയ്തെടുത്തിട്ട് വേണം നമുക്ക് ഈ പൈപ്പിൻ്റെ മേളിലും താഴെ ഹോൾ അടച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്കതൊരു മാർക്കർ വെച്ച് മാർക്ക് ചെയ്തിട്ട് ആ കറക്റ്റ് അളവിന് കട്ട് ചെയ്തെടുക്കുക. അത് നമ്മളിത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഞാനത് പേപ്പർ പിടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പൈപ്പിൻ്റെ 2 സൈഡിലും അത് വെച്ച് ഒട്ടിച്ചെടുക്കണം. നമ്മളതിൻ്റെ 2 സൈഡും ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ആ 2 സൈഡ് നമുക്കൊന്ന് പേപ്പർ പിടിച്ച് ലെവലാക്കി എടുക്കണം. നമ്മൾ ആ പൈപ്പ് പേപ്പർ പിടിച്ച് റെഡിയാക്കി എടുത്തിട്ട് 2 സൈഡും അടച്ച്. ഇനി നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ആ ഒരു ചെറിയ പീസില്ലേ, ആ ഒരു ചെറിയ പീസിൽ നിന്ന് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റണം. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ എടുത്ത 7 സെൻറ്റിമീറ്ററിലെ പൈപ്പില്ലേ, അതിൻ്റെ മേളിലോട്ട് വെക്കാനുള്ളതാണ് ഈ പൈപ്പിന്. അത് കട്ട് ചെയ്ത് മാറ്റിയാലേ അതിനകത്തോട്ട് അത് കറക്റ്റായിട്ട് കയറുള്ളൂ. നമ്മൾ ആ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് നമ്മൾ ആദ്യം എടുത്ത് വെച്ചാൽ 7 സെൻറ്റിമീറ്ററിലെ ആ 7 സെൻറ്റിമീറ്റർ പൈപ്പ് അതിനകത്തോട്ട് ഇത് ഇറക്കി വെക്കാനുള്ളതാണ്. ഇതാണൊരു ജോയിൻ്റ് പോലെ കിടന്ന് കറങ്ങുന്നത്. അപ്പോൾ അത് കറക്റ്റ് സെറ്റായിട്ടുണ്ട്. നമ്മൾ ആദ്യം കട്ട് ചെയ്തപ്പോൾ ആ ഒരു ചെറിയ പീസില്ല, അത് കളയണ്ട, നമുക്ക് പിന്നീട് അതുകൊണ്ടൊരു ആവശ്യമുണ്ട്. അടുത്ത് നമുക്ക് വേണ്ട ഇതേപോലത്തെ ഒരു PVC ഷീറ്റാണ്. ഇത് ഞാൻ PVC പൈപ്പിനെ നിവർത്തി എടുത്തേക്കണതാണ്. ഇനി ഈ PVC പൈപ്പിനെ നമുക്കൊരു 7 സെൻറ്റിമീറ്റർ വീതി നമ്മൾ ആദ്യം കട്ട് ചെയ്ത പൈപ്പിൻ്റെ അളവിൽ, പിന്നെ 15 സെൻറ്റിമീറ്റർ നീളത്തിൽ
കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്കതൊന്ന് വരച്ചിട്ട് കട്ട് ചെയ്തെടുക്കാം. ഞാനതിനെ വരച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കറക്റ്റ് നമ്മൾ ആദ്യം എടുത്തില്ല 7 സെൻറ്റിമീറ്ററുള്ള പൈപ്പ്, അതുമായിട്ട് കറക്റ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത വേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ചാൽ 2 സെൻറ്റിമീറ്ററിൻ്റെ ചെറിയ പൈപ്പില്ല, അത് നേരെ സെൻറ്ററിൽ വെച്ചിട്ട് 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തെടുക്കണം. നമ്മളത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത ആ പൈപ്പ് അതിലോട്ട് വെച്ചിട്ട് ആ പൈപ്പിനേക്കാളും ഒരു പൊടിക്ക് കൂടി താഴത്തോട്ടാക്കിയിട്ട് നമുക്ക് ഒന്നുകൂടി മാർക്കണം. കാരണം കറക്റ്റ് അതിൻ്റെ വീതി നമുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്തിരുന്നത് താഴത്തോട്ടാക്കിയിട്ട് ഒരു 5 സെൻറ്റിമീറ്റർ ആക്കി നമുക്ക് ഒന്നുകൂടി മാർക്ക് ചെയ്യണം. ഇനി നമ്മൾ ആദ്യം വരച്ച ആ 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തില്ല, ആ 2 സെൻറ്റിമീറ്ററിൻ്റെ മാർക്ക് ചെയ്ത് അവിടെ ഒന്ന് വരയിട്ടെടുക്കണം നമുക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്ത് നമ്മൾ ആ 2 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്തില്ല, അതിൻ്റെ തൊട്ട് പുറത്തോട്ട് മാറ്റി ഒരു 1/2 സെൻറ്റിമീറ്റർ വിട്ടിട്ട് ആദ്യം മാർക്ക് ചെയ്ത് വെച്ചാൽ 5 സെൻറ്റിമീറ്ററിലോട്ട് ചരിച്ചിട്ടൊരു വരയിട്ടെടുക്കണം. അതുപോലെ നമുക്ക് 2 സൈഡിൽ വിട്ടെടുക്കണം. നമ്മളത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ മാർക്ക് ചെയ്തേക്കണം. ഇനി നമുക്ക് ഇതിൻ്റെ ഈ കാണുന്ന 2 ഭാഗം മാത്രം മതി, ബാക്കി മേളിൽ കാണുന്ന ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കളയാനുള്ളതാണ്. സോറി, അത് ഞാൻ മാർക്ക് ചെയ്തപ്പോൾ തെറ്റിപ്പോയതാട്ടാ. അവിടെ നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ടത് നമുക്ക് വേണ്ട ഭാഗമാണ്, അത് ഞാൻ മാറ്റേക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ സെൻറ്ററിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഈ ഹോളിൽ കൂടിയാണ് നമുക്ക് ചാർജറിൻ്റെ കേബിൾ എടുക്കാനുള്ളത്, അതിനാണ് നമ്മളിവിടെ ഒരു ഹോൾ ഇട്ടെടുക്കുന്നത്. നമ്മളത് മാർക്ക് ചെയ്തിട്ടുണ്ട്. നമുക്കിനി ഈ സൈഡൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മളത് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം എടുത്ത് 7 സെൻറ്റിമീറ്ററിൻ്റെ പൈപ്പില്ലേ, അതിലൊരു ഹോൾ ഇട്ട് കൊടുക്കണം. നമ്മൾ ഇപ്പോൾ ചെയ്തെടുത്ത PVC ഷീറ്റ് അതിനകത്തോട്ട് കയറ്റാൻ വേണ്ടി നമുക്ക് മാർക്ക് ചെയ്തിട്ട് ഒരു ഹോൾ ഇട്ടെടുക്കണം. ഞാനതിന് ഹോളിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച PVC ഷീറ്റ് അതിനകത്തോട്ട് ഇറക്കി വെക്കണം. ഇറക്കി വെച്ചിട്ട് കറക്റ്റ് സെറ്റായി കഴിയുമ്പോൾ നമുക്കൊരു സൂപ്പർ ഗ്ലൂ എന്തെങ്കിലും വെച്ച് ഒട്ടിച്ചെടുക്കാം. നമ്മളത് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആദ്യം മാർക്ക് ചെയ്ത 5 സെൻറ്റിമീറ്റർ അവിടെ വെച്ച് നമുക്ക് ചൂടാക്കി ഒന്ന് വളച്ചെടുക്കണം. ഞാൻ വളച്ചെടുത്തിട്ട് എനിക്ക് കാണിച്ചു തരാം. ഇതുപോലെയാണ് വളച്ചേക്കണത്. ഞാനിതൊരു കമ്പി ചൂടാക്കി അതിൻ്റെ പൊക്കത്തിലോട്ട് വെച്ചിട്ട് ചൂടാക്കി കഴിയുമ്പോൾ ഇതിനെ വളച്ചെടുക്കുകയാണ് ചെയ്തത്. ഇനി നമുക്കിവിടെ ഒരു ചെറിയ പീസ് PVC കട്ട് ചെയ്ത് വെച്ച് കൊടുക്കണം ഒരു ബലത്തിന്. ഇതേപോലത്തെ ഒരു PVC എടുത്തിട്ട് ഉരച്ച് ലെവലാക്കിയിട്ട് നമുക്കങ്ങ് വെച്ച് ഒട്ടിച്ച് കൊടുത്താൽ അത്രയും മൊത്തം വേണ്ട, ചെറിയൊരു പീസ് മതി. നമ്മൾ ആ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കതവിടെ സ്റ്റേ പോലെ വെച്ച് ഒട്ടിച്ചെടുക്കണം. നമ്മളത് ഒട്ടിച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ആ PVC ഷീറ്റ് ബാക്കി കിടക്കുന്ന കുറച്ച് ഭാഗം കട്ട് ചെയ്ത് വേണം. നമുക്ക് അത്രയും വേണ്ട, ഒരു 5 സെൻറ്റിമീറ്റർ നിങ്ങളതിൽ മാർക്ക് ചെയ്തിട്ട് നമുക്കത് കട്ട് ചെയ്ത് കളയാം. നമ്മളത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ കട്ട് ചെയ്യുന്നൊന്നും മൊത്തം കാണിക്കാത്തതിൻ്റെ കാര്യം എന്ന് വെച്ചാൽ വീഡിയോയുടെ ലെങ്ത് കൂടി പോകണുണ്ട് കേട്ടോ. നമുക്കിനി ഇതേപോലെ ഒരു PVC ഷീറ്റ് കൂടി വേണം. ഈ PVC ഷീറ്റിൽ നമ്മൾ ഒരു ഫോണിൻ്റെ ഹോൾഡർ ഉണ്ടാക്കിയിട്ട് ഇതിലോട്ട് വെച്ച് കണക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. നമുക്ക് ആ PVC ഷീറ്റിലും ഒരു 7 സെൻറ്റിമീറ്റർ
വീതിയിൽ കട്ട് ചെയ്തെടുക്കണം. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചെയ്ത് വെച്ചാൽ ആ കേസില്ലേ ആ റൗണ്ട് അതേ അളവിൽ കട്ട് ചെയ്തെടുക്കണം. നമ്മൾ ആ ഷീറ്റിൽ 2.5 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് ഇനി നമുക്ക് അതിൻ്റെ നടുക്ക് ഒരു 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പിൽ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം. എന്നിട്ട് നമുക്കത് കട്ട് ചെയ്യാനുള്ളതാണ്. നമ്മളത് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ ഈ ഷീറ്റിൻ്റെ ഈ 2 ഭാഗം, ഈ 2 പീസാണ് നമ്മുടെ ഫോൺ ഹോൾഡ് ചെയ്യാനായിട്ട് നമ്മൾ ചൂടാക്കി മടക്കിയെടുക്കാൻ പോണത്. ബാക്കിയുള്ള ഭാഗമൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയാം. നമ്മളിത് കട്ട് ചെയ്തതിൻ്റെ 4 മൂലയും റൗണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് പേപ്പർ പിടിച്ച് റെഡിയാക്കി എടുക്കണം. ഇനി ആ താഴത്തോണ്ട് നിൽക്കുന്ന 2 പീസ് നമുക്കൊന്ന് ചൂടാക്കി വളച്ചെടുക്കണം ഫോൺ വയ്ക്കാനായിട്ട്. അപ്പോൾ ഞാനത് വളച്ചെടുത്താൽ ഇതുപോലെയാണ് ഇപ്പോൾ ഞാൻ വളച്ചെടുത്തേക്കണത്. ഇനി ഇതിലോട്ട് നമുക്ക് എൻ്റെ ഫോണൊന്ന് വെച്ച് കാണിച്ചു തരാം കറക്റ്റ് എങ്ങനെ ഇരിക്കണമെന്നുള്ളത്. എന്നിട്ട് ഇതുപോലെ കറക്റ്റായിട്ട് ഇരുന്നോളും. ഇനി നമുക്കത് നമ്മൾ ആദ്യം ഉണ്ടാക്കിയ കേസിലോട്ട് ഒന്ന് വെച്ച് ഒട്ടിച്ചെടുക്കണം. ഇനി നമ്മൾ ആദ്യം കട്ട് ചെയ്തില്ല 2 സെൻറ്റിമീറ്റർ പൈപ്പ്, അതിൽ നിന്ന് കിട്ടിയ ചെറിയ കഷ്ണം പീസ് അതിനെ 2 എടുത്തിട്ട് നമ്മുടെ ആ കേസിൻ്റെ പുറയിൽ മേളിലും താഴെയായിട്ട് വെച്ചൊട്ടിക്കണം. എന്നിട്ട് ആ ചെറിയ പീസ് പൈപ്പ് അതിലോട്ട് വയ്ക്കുകയാണെങ്കിൽ കറക്റ്റ് സ്ട്രോങ് ആയിട്ട് നിന്നോളൂ. ഇല്ലെങ്കിൽ ചിലപ്പോൾ അത് വിട്ടുപോകും. ഞാനിപ്പോൾ അത് ഒട്ടിച്ചിട്ടുണ്ട് കണ്ട. അത് മേളിലും താഴത്തും 2 ചെറിയ പീസ് വെച്ചിട്ട് നടുക്കോട്ട് ആ പൈപ്പ് വെച്ച് ഒട്ടിച്ചിരിക്കുകയാണ്. ഇനി ഞാനതൊന്ന് കണക്ട് ചെയ്ത് കാണിച്ചു തരാം അതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ്. ഇത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് പ്രസ്സാക്കി കഴിയുമ്പോൾ ആ സാധനം അവിടെ വീണോളും. ഇപ്പോൾ നമ്മുടെ വർക്ക് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. നമ്മുടെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഇതെങ്ങനെ ചാർജ് ചെയ്യണം എന്നൊക്കെ നിങ്ങൾക്ക് കാണിച്ചു തരാം. ആ ഹോൾ ഇട്ടേക്കണത് നമ്മൾ ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ഹോളാണ്. അപ്പോൾ അതിലൂടെ ചാർജർ കണക്ട് ചെയ്ത് ഇതിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഈ ചാർജർ കണക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ആ ബാക്കിലെ ഹോൾ ഇട്ടേക്കണം. അതിലൂടെയാണ് ചാർജർ നമ്മൾ അകത്തോട്ട് എടുക്കുന്നത്. ഇപ്പോൾ കറക്റ്റായിട്ട് അത് ഇരുന്നിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഫൈനൽ പ്രോഡക്റ്റ്. നമുക്ക് പറമ്പിൽ കിടന്ന് കിട്ടിയ പൈപ്പും സാധനങ്ങളൊക്കെ വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കി എടുത്തേക്കണത്. പിന്നെ ഇതിന് കളർ ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് വേണേൽ കളർ ചെയ്തെടുക്കുക. എനിക്ക് ഈ കളറാണ് കാണാൻ ഇച്ചിരി ലുക്ക് തോന്നിയത്. എനിക്ക് ഇഷ്ടപ്പെട്ടാൽ അത് വീട്ടിലൊന്ന് ചെയ്ത് നോക്കുക. സംഭവം ലുക്ക് സാധനമാണ്, ഒരു പ്രീമിയം ലുക്കുള്ള സാധനമാണ്. ഇഷ്ടപ്പെട്ടാൽ ചെയ്ത് നോക്കുക. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കും. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.